നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 31 വയസ്സുള്ള IT പ്രൊഫഷണലായ ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നം വയറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അദ്ദേഹത്തിന് കൗമാരകാലം തൊട്ടേ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് വളരെ തീവ്രമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പ്രശ്നം ഇതാണ്: രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടിവയറ്റിലൊരു വല്ലാത്ത ഒരു വേദനയും ഒരു കോച്ചിപ്പിടുത്തവും പോലെയൊക്കെ വരുന്നു. ഇടയ്ക്കിടയ്ക്ക് മലവിസർജനം നടത്തണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. അത് പലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആക്സിഡൻ്റലി വഴിയിൽ വെച്ച് വിസർജനം സംഭവിച്ചു പോകുമോ എന്നൊരു ആശങ്ക വരികയാണ്. ആ ഒരു ആശങ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വെളിയിലേക്ക് ഇറങ്ങാനേ പറ്റില്ല. ഇത് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു പ്രസൻറ്റേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. ആ ദിവസങ്ങളിലൊന്നും ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനേ പറ്റാറില്ല. കാരണം ഈ പറഞ്ഞ പ്രശ്നം അതിൻ്റെ തീവ്രതയിൽ എത്തി നിൽക്കും. പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞ പോലെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ചെറുതായിട്ട് തുടങ്ങി. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് വളരെ രൂക്ഷമായി. കാരണം ഈ വൈവ പരീക്ഷകൾ, വാചിക പരീക്ഷകൾ, ഇതൊക്കെയുള്ള ദിവസമാണ് ഇത് വളരെ തീവ്രമായിട്ട് വന്നത്. അത് കാരണം പല ദിവസങ്ങളിലും ഇദ്ദേഹത്തിന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത് കാരണം നന്നായി പഠിക്കുന്ന സമർത്ഥനായൊരു വിദ്യാർത്ഥിയായിരുന്നിട്ട് പോലും അല്പം താമസിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോഴ്സ് എഞ്ചിനീയറിങ് പാസ്സായത്. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ മിടുക്കനായതുകൊണ്ടും അദ്ദേഹത്തിന് ഇൻ്റർവ്യൂവിനും മറ്റുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതുകൊണ്ടും നല്ലൊരു ജോലി കിട്ടി. പക്ഷേ ജോലി കിട്ടിയിട്ടും ഇതേ പ്രശ്നം പിന്നെയും തുടരുകയാണ്. നിരവധി പ്രാവശ്യം ഗ്യാസ്ട്രോ ഡോക്ടർമാരെയൊക്കെ കാണിച്ചു, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ എൻഡോസ്കോപ്പിയിലെങ്കും യാതൊരു കുഴപ്പമില്ല. അൾസറിൻ്റെയോ മറ്റ് യാതൊരു വിധത്തിലുള്ള തകരാറുകളും കാണുന്നില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം വരികയാണ്. അടിവയറ്റിൽ വല്ലാത്തൊരു വേദനയും ഒരു പിടുത്തവും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിസർജനം നടത്തിപ്പോകുമോ എന്നുള്ളൊരു തോന്നലും വരികയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS എന്നാണ് പറയുന്നത്. ഇതൊരു മാനസിക സമ്മർദ്ദവുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംഗതിയാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ മാനസിക സമ്മർദ്ദം തീവ്രമാകുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ആമാശയത്തെയാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അത് നെഞ്ചരിച്ചിലും പുളിച്ചു തകട്ടലും ഒക്കെ ആയിട്ട് വരുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയം താഴോട്ടിങ്ങനെ ചലിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ചില വ്യക്തികളിൽ ഈ പെരിസ്റ്റാൾസിസിൻ്റെ വേഗത കൂടും. അങ്ങനെയുള്ള വ്യക്തികളിലാണ് ഈ പറയുന്ന IBSൻ്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ഈ വയറുവേദനയ്ക്കുള്ള കുറച്ച് മരുന്നുകൾ കൊടുത്തുകൊണ്ട് മാത്രം ഇതിൽ മാറ്റം വരുന്നില്ല. മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ചികിത്സ തന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുക വഴി ശരിക്കും പറഞ്ഞാൽ ഇത് തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ അളവിലെ വ്യത്യാസം മൂലം ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബാധിക്കപ്പെടുന്നൊരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാനുള്ള ചില മരുന്നുകൾ വേണ്ടിവരും. മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണ്ടിവരും. ഇതോടൊപ്പം ആ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ സഹായിക്കുന്ന ചില റിലാക്സേഷൻ വ്യായാമങ്ങളുമുണ്ട്. ചില ശ്വസന വ്യായാമങ്ങളുണ്ട്, ചില ധ്യാന രീതികളുണ്ട്, വയറ്റിലെ പേശികളുടെ ചലനങ്ങൾ ക്രമീകരിക്കുന്ന ചില വ്യായാമങ്ങളുണ്ട്. കൃത്യമായിട്ട് ഇത്തരം വ്യായാമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ ഇതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. കാരണം ഇത് ഒരു മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് അംഗീകരിക്കാൻ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മനസ്സിന് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് പ്രശ്നം ഉണ്ടാവേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല, എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ടെൻഷൻ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുക തന്നെയാണ്. അപ്പോൾ ഈ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. അത് മറ്റ് ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കും. മനോജന്യ ശാരീരിക ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സൊമറ്റോഫോം ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അത് കാരണമാവും. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS. അപ്പോൾ ഈ ചെറുപ്പക്കാരന് അയാളുടെ തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും അതോടൊപ്പം മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പരിശീലനങ്ങളും കൃത്യമായി കൊടുത്തതോടെ അയാളുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു തുടങ്ങി. ഒടുവിൽ കൃത്യമായി കഴിഞ്ഞ എത്രയോ വർഷമായി ഇടയ്ക്കിടെ ജോലിക്ക് പോകാതിരുന്ന് അവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്നൊരു വ്യക്തി
ഒരു 6 മാസം തുടർച്ചയായി കൃത്യമായി അവധി ദിവസങ്ങളല്ലാത്ത ദിവസങ്ങളിലെല്ലാം ജോലിക്ക് പോയത് ഈ ചികിത്സ തുടങ്ങിയ ശേഷമായിരുന്നു. 6 മാസത്തെ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ അതിന് നല്ലൊരു പുരോഗതി വന്നു. അദ്ദേഹത്തിൻ്റെ രോഗലക്ഷണങ്ങൾ നിശേഷം മാറി. അതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് ഓൺസൈറ്റ് വിദേശത്ത് പോകാനുള്ള ഓഫറുകൾ ആ കമ്പനിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഓഫർ വന്നു കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ IBS തീവ്രമാവും. പിന്നെ അദ്ദേഹം പോകാമെന്നൊക്കെ ആദ്യം സമ്മതിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ വേണ്ട എന്ന് പറയും. പക്ഷേ ഈ ഒരു ചികിത്സ എടുത്ത് ഈ ലക്ഷണങ്ങളെല്ലാം മാറിയ ശേഷം അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായി അതിന് തയ്യാറായി. അദ്ദേഹം വിദേശത്തേക്ക് പോയി. ഇപ്പോൾ US-ലാണ്. കൃത്യമായിട്ട് ചികിത്സ തുടരുന്നുമുണ്ട്. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മാനസിക സമ്മർദ്ദം കേവലം ചില പെരുമാറ്റ പ്രശ്നങ്ങളായി മാത്രമല്ല പ്രകടമാകുന്നത്, ചിലപ്പോൾ ശാരീരിക ലക്ഷണങ്ങളായിട്ടും പ്രകടമായേക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ കൃത്യമായി തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.